ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 ആണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ എക്സാം എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, അതായത് ഓൾറെഡി നമ്മൾ ടൈം ടേബിൾ പ്രകാരം എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സിലബസിനെ വളരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KPSM മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള ടൈം ടേബിൾ നമ്മൾ @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൻ്റെ PPTസും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും, PDF എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് കിരൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2-ൽ നമ്മൾ എങ്ങനെയാണ് ഒരു 70 മാർക്ക് വാങ്ങാനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പ്രശ്നം, സാർ ഞങ്ങൾക്ക് 90 മാർക്സ് വേണം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതൊരു പ്രിലിംസ് എക്സാം ആണ്. ഓക്കെ, നിങ്ങളൊരു 90 മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് അവാർഡൊന്നും തരാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് 90+ മാർക്ക് വാങ്ങേണ്ടത് മെയിൻസിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ പ്രിലിംസും പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തതിന് ശേഷം മെയിൻസിന്റെ ഓൾറെഡി ഇത്ര ടോപ്പിക് നമ്മൾ തീർത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ, 100 മാർക്സിന്റെ ടോപ്പിക് നമ്മൾ ഓൾറെഡി തീർത്തിട്ടുണ്ടാവും മെയിൻസിന്റെ. കാരണം നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത് ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55 to 60 ആയിരിക്കും കട്ട് ഓഫ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റേജ് 1 കഴിഞ്ഞപ്പോഴും ഞാൻ തന്നെയാണ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് കട്ട് ഓഫ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 70 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ട എന്താ, ഒരു റിസൾട്ട് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞാൽ സമയമില്ല. ഓക്കെ, കാരണം നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാം. അപ്പൊ നമുക്ക് അതിനു മുമ്പ് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ, ഓക്കെ അല്ലേ, നമുക്ക് ഒരു 70 മാർക്ക് കിട്ടിയാൽ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ അനാലിസിസ് ഞാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ചെയ്യാൻ വെച്ചിട്ടാണ്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പറൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ചെയ്യലെ നമ്പർ ആയിരിക്കില്ല ബിയിലും സിയിലും ഡിയിലും ഉണ്ടാവുക. അതുകൊണ്ട് ഓക്കെ, ബിയും സിയും ഡിയും ഉള്ളവർ ആ ടോപ്പിക്കിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, ഇതിന്റെ സ്ട്രാറ്റജി @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സാം എന്ന് പറയുന്നത് ഒരു 1 hour 50 minutes എക്സാം ആയിരിക്കും. 1:30 നിങ്ങൾ എക്സാം ഹോളിൽ കയറാൻ പോകുന്നത്. ഓക്കെ, ഒരു 2 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഈ സ്ട്രാറ്റജി ഒന്ന് KPSM മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ KPSM മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയുക. പിന്നെ എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയും പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ KPSM മെത്തേഡ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വീഡിയോയുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് 10th + 2 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ KPSM പ്ലേലിസ്റ്റ് KPSM മെത്തേഡ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണാവുന്നതാണ്. ഓക്കെ, വീക്ക്ലി ടൈം ടേബിൾ എല്ലാം കിട്ടണമെങ്കിലും ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഈ @കിരൺ സ്റ്റഡി സർക്കിൾ 123 ആണെന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ട് @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യത്തിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് മെയിൻലി 10th + 2 ആയിട്ട് ബന്ധപ്പെട്ടുള്ള PDFs ആണ് അതിലുണ്ടാവുക. ഈ ചാനലിലാണ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ സർ, കഥയൊക്കെ മതി, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അത്രയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ പോകാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 81 to 90 ആണ്. കോഡ് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ കറക്റ്റായിട്ട് അതേ നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൊക്കാബുലറി ഇട്ട് പോവുക. വൊക്കാബുലറി നമുക്ക് 10 ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഒന്ന് സിനോണിം അല്ലെങ്കിൽ ആന്റോണിം, രണ്ടാമത് ജെറണ്ട്. ഓക്കെ, മൂന്നാമത്തെ മെയിൽ ഫീമെയിൽ ജെൻഡർ, അതായത് റൂസ്റ്റർ ഹെൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളില്ലേ. ഓക്കെ, ഇഡിയംസ്. ഓക്കെ, കളക്റ്റീവ് നൗൺ, അതായത് ഹെർഡ് ഓഫ്, ഫ്ലോക്ക് ഓഫ്, ഫ്രേസൽ വെർബ്, ലുക്ക് ആഫ്റ്റർ, ലുക്ക് ത്രൂ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, സ്പെല്ലിംഗ് ചെക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് കറക്റ്റ് വേർഡ് ആയിട്ട് കൊടുക്കുക. ഫോറിൻ വേർഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു 10 ക്വസ്റ്റ്യൻ കണ്ടു. ഈ ക്വസ്റ്റ്യന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയുമോ അറിയില്ലയോ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു സിനോണിം കണ്ടു കഴിഞ്ഞാൽ അറിയുമെങ്കിൽ ടിക്ക് ചെയ്യും, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വിടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് ഇതിൽ എല്ലാ ക്വസ്റ്റ്യനുകളും അറിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിലൂടെ പോയി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ. ഓക്കെ, ഇതാണ് വൊക്കാബുലറിയുടെ എന്തുള്ളത്, എന്താ പറയുക, സിലബസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം എല്ലാം നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള കാരണമുള്ളത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 5 മാർക്ക് വരുന്ന ഒരു വൊക്കാബുലറി നമുക്കിവിടെ 10 മാർക്കുണ്ട്.
10 മാർക്ക് ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ അവർ ചോദിക്കണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഗ്രിയുടെ നമ്മുടെ ടൈം ടേബിളും ഡിഗ്രിയുടെ നമ്മൾ എന്താണ് ആക്ച്വലി പഠിക്കുന്ന രീതിയും വ്യത്യാസപ്പെടുത്തിയിരിക്കാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതിന് ശേഷം ഞങ്ങൾ പോകാൻ പോകുന്നത് 91 to 100 ആണ്. ഇവിടെ ഞങ്ങൾക്ക് മലയാളം ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷ് വൊക്കാബുലറി എന്താണോ ഉണ്ടായിരുന്നത് അതേപോലെയാണ് മലയാളം ക്വസ്റ്റ്യൻ. കാരണം പര്യായമാണ്, കറക്റ്റ് വേർഡാണ്, ചേർത്തെഴുത്താണ്, പിരിച്ചെഴുത്താണ്, ഓക്കെ, സിമിലർ വേർഡാണ്, ട്രാൻസ്ലേഷൻ ആണ്, ഓപ്പോസിറ്റ് വേർഡാണ്, ശൈലി ഉണ്ട്, പഴഞ്ചൊല്ലുണ്ട്, ജെൻഡർ മെയിൽ ഫീമെയിൽ, അതായത് ലിംഗം, ഓക്കെ അല്ലേ, സ്ത്രീലിംഗം പുല്ലിംഗം, അങ്ങനെ കണ്ടു തിരിക്കാനുണ്ടാവും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒറ്റപ്പദം എഴുതുക. ഓക്കെ, അപ്പൊ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, ചൊല്ല്, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുകൾ, ഘടകപദം. ഓക്കെ, ഇതൊക്കെയാണ് മലയാളത്തിനുള്ളത്. ഇതിലുള്ള ഏകദേശം എല്ലാം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താ, 10 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ സാർ, അപ്പൊ എവിടെയാ കുറയ്ക്കാൻ പോകുന്നത്, എന്താ സംഭവം, എന്താ ഇതിങ്ങനെ എല്ലാം പഠിക്കാൻ പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. റിലാക്സ് ചെയ്യും. നമ്മൾ മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞു വൊക്കാബുലറിയും കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് 41 to 45 ഓക്കെ, ഒരു ചിലപ്പോൾ 46 ഉണ്ടാവും. അതിൽ 5 മാർക്ക് പ്ലസ് കറണ്ട് അഫയർ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ഫാക്ട് ആണ്, മെമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ്, IT ആറ്റ് സെക്ഷൻ ക്രൈം ഫാക്ട് ആണെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതും ടൈം ടേബിളൊക്കെ നമ്മൾ ആ ടോപ്പിക് ഇട്ടിരിക്കുന്നതും. ഓക്കെ അല്ലേ? പക്ഷേ എന്താ പറയാ, ഓപ്പറേഷൻ സിസ്റ്റം എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എന്താ പറയാ, ലേറ്റസ്റ്റ് സെർച്ച് എഞ്ചിൻ, ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ, AI, സ്റ്റാർലിങ്ക്, ഇലോൺ മസ്ക്, ചൈനീസിന്റെ AI ഡീപ് ഫേക്ക് ഇല്ലേ, ഓക്കെ അല്ലെ, ഇമ്പോർട്ടന്റ് IT ഇന്നോവേഷൻ, സൂപ്പർ കമ്പ്യൂട്ടർ, ഇതൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പഠിക്കേണ്ട കാര്യമുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഓക്കെ, വീഡിയോ കോൺഫറൻസിങ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഓൺലൈൻ ഹരാസ്മെന്റ്, അതായത് എന്തുണ്ട് ആക്ച്വലി സൈബർ ക്രൈം ക്വസ്റ്റ്യൻ ഉണ്ട്, നെറ്റ്വർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 ക്വസ്റ്റ്യനും, സൈബർ ക്രൈംസ് 1 ക്വസ്റ്റ്യനും, നെറ്റ്വർക്ക് 1 ക്വസ്റ്റ്യനുമായിരുന്നു സ്റ്റേജ് 1 വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ITയുടെ സിലബസ്. ഓക്കെ, ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേഷൻ സിസ്റ്റം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ എഴുതിയിട്ടില്ല. നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ട് എഴുതുന്നത്, ഓക്കെ, നെറ്റ്വർക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്, നെറ്റ്വർക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വരും. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് അത് ടോപ്പോളജിയോ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ്, അതായത് ഹബ്ബോ സ്വിച്ച് അങ്ങനെ കുറച്ച് സംഭവമില്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. IT ആക്ടിലെ നമ്മുടെ സൈബർ ക്രൈം നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്ഷൻ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വരിക. കറണ്ട് അഫെയർന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എന്താണ് ആ ക്വസ്റ്റ്യൻ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. ഓക്കെ, ചൈനീസ് ഒരു ഡീപ് സീക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡീപ് ഫേക്ക് അല്ല, ഓക്കെ അല്ല, ഡീപ് സീക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെയിൻലി IT ഇന്നോവേഷൻ, അതായത് സൂപ്പർ കമ്പ്യൂട്ടർ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വെബ് പേജസ് കറന്റ് എന്തൊക്കെ അവൈലബിൾ ഉള്ളത്, സോഷ്യൽ മീഡിയസിന്റെ CEOs ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പോവുക. ഇത്രയും ഉണ്ട് കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എന്ത് സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിലബസ് നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻസിൽ ബഹിരാകാശ ദിനം വന്നു കഴിഞ്ഞു, ISROയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഓക്കെ, ഫിസിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു, ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഓക്കെ അല്ലേ? കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു, ആധുനിക ആവർത്തന പട്ടികയിലെ പുതിയ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ട് വിടാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. നമുക്ക് വിടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താ പറയാ എഴുതി വെച്ചിരുന്നതാ ന്യൂ എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. ഓക്കെ, കറണ്ട് അഫെയർ റിലേറ്റഡ് ടു കെമിസ്ട്രി ആണ്. പിന്നെ ISROയുടെ എന്തെങ്കിലും മിഷൻസോ ഡേയ്സോ മിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒന്ന ക്വസ്റ്റ്യൻ അവിടെ റെഡി ആയില്ലേ. ഓക്കെ, പിന്നെന്താണ് ആക്ച്വലി ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട COP മീറ്റിംഗ്സും അതുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ DWP കയ്യിലെത്തിയില്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞു. ഇനി അതേ ക്വസ്റ്റ്യൻ വരില്ലല്ലോ, അപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
ഓൾറെഡി ഫിസിക്സും കെമിസ്ട്രിയും വന്നത് കാരണം എക്സ്പെക്ട് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയാണ്. അപ്പൊ ഹ്യൂമൻ ബോഡി ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ അതിനെ ചുരുക്കിയതിനു ശേഷം ഹോർമോൺ, ഐ, ബ്രെയിൻ, ലിവർ, കിഡ്നി, ഹാർട്ട് എന്ന് ചുരുക്കിയിട്ടുണ്ട്. ഒരു ഫാക്ട് ആണ് ഉണ്ടാവുക. ഒരു പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്, അതായത് ഒരു ആരോഗ്യ പദ്ധതി, അതൊന്നൊരു ഫാക്ട് ഉണ്ടാവും. ഓക്കെ, റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു തിയറി, ഓക്കെ, ഒരു അടിപൊളി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അവിടെ. ആ അടിപൊളി സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഒരു NCERT ബുക്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു DRDOയുടെ പ്രോഗ്രാം ഉണ്ടാവും. ഇത്രയും ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. അതിന്റെ കൂടെ ഒന്നെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ്, ഓക്കെ, മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് അല്ലെങ്കിൽ ഡേർട്ടിയസ്റ്റ് സിറ്റിയുടെ പേര്, COP മീറ്റിംഗ് 28, 29, 30, പുതിയ ഡിസീസും കൊറോണയുമായി ബന്ധപ്പെട്ട കാര്യവും, കൊറോണയുടെ പുതിയ വേരിയന്റ് ഏതാണ്, സെക്സ് റേഷ്യോ ഇപ്പൊ എങ്ങനെയാ ഉള്ളത്, വാക്സിനേഷൻ ഡിസ്ട്രിക്ട് വൈസ് എങ്ങനെയാണ്, 2011 സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിലെ എന്തെങ്കിലും പുതിയ സ്പീഷീസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടോ, നാഷണൽ പാർക്ക് ന്യൂസിലുള്ളതുണ്ടോ, IUCNുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്, എൻവയോൺമെന്റൽ ഡേയുടെ കൺസെപ്റ്റ് എന്താണ്, വാട്ടർ ഡേയുടെ സ്ലോഗൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോ ISROയുടെ മിഷൻ 2024-25 മിഷൻ, പുതിയ സാറ്റലൈറ്റ് നാസയോ യൂറോപ്യൻ യൂണിയൻ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ആ സാറ്റലൈറ്റിന്റെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ന്യൂ എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ വന്നതുകൊണ്ട് നമുക്ക് എന്തില്ല, അത് നോക്കേണ്ട കാര്യമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ വന്നത് ISROയുടെ സ്പേസ് ഡേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്ലോബൽ വാർമിംഗ്, കെമിസ്ട്രി, ന്യൂ എലമെന്റ്സ് ആയിരുന്നു. ഇത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പുതിയ എന്തുണ്ടാക്കിയിരിക്കുന്നത്, എന്താ പറയാ, കൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതെന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വന്നത് മാറ്റിയതിനു ശേഷം വീണ്ടും ടൈം ടേബിളിനെ ചുരുക്കി എന്താക്കിയിട്ടുണ്ട്, ആക്ച്വലി സ്റ്റേജ് 2 വേണ്ടി മാത്രം ആക്കിയിട്ടുണ്ട്. അതിനാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി എല്ലാത്തിലും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ 15 മിനിറ്റ് എന്തായി, ഓവറായി. 15 മിനിറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 30 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ അല്ലേ? ഈ 30 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. അത് നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വെക്കാവുന്നതാണ്. വാച്ച് ഒരു പ്രശ്നമാണെന്ന് പറയുന്നവരുണ്ട്. കറക്റ്റ്. ഓക്കെ അല്ലേ? ചില സെന്ററിൽ വാച്ച് ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവിജിലേറ്ററിനോട് ഒരു 15 മിനിറ്റിലോ 45 മിനിറ്റിലോ എന്ത് ചെയ്യുക, സമയം ചോദിക്കാം. ഓക്കെ, വേറെ ആരും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. 30 മിനിറ്റിലും 1 മണിക്കൂറിൽ എന്ത് ചെയ്യും, ഒരു ബെല്ലടിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. എന്ത് ചെയ്യുക, ചോദിക്കുക. വളരെ കുറച്ച് സ്റ്റുഡൻസേ ഈ സമയമൊക്കെ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കാണ് ജോലി വേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 30 ക്വസ്റ്റ്യനിലൂടെ പോയിട്ടുണ്ട്. ഇനി 70 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. 1 hour 50 minutes നമ്മുടെ അടുത്ത് നിന്നുണ്ട്, എന്താ പറയാ, ബാക്കിയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നില്ലേ? അതായത് ഒരു ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ഒരു 30 ക്വസ്റ്റ്യനും ആ 30 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മളെല്ലാം ഫാക്ട് കണ്ടാണ് പോകുന്നത്. ഓക്കെ, ഇടയിൽ നമ്മുടെ എന്താണ് ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി, അതായത് എൻവയോൺമെന്റിൽ നമുക്കൊരു കട്ടി സ്റ്റേറ്റ്മെന്റ് കാണും. ഓക്കെ, സ്റ്റേജ് 1 പോലെ ആയിരിക്കില്ല സ്റ്റേജ് 2 ഉണ്ടാവുക, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കട്ടി സ്റ്റേറ്റ്മെന്റ് കാണും. അത് മാത്രം നോക്കിയിട്ട് എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കംപ്ലീറ്റ്ലി എന്താണ്, ഒരു ഫാക്ട് ബേസ്ഡ് ആയ ഏരിയ ആണ്. അത് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സ്ട്രാറ്റജി ഫേസിലേക്ക് പോവുകയാണ്. സ്ട്രാറ്റജി ഫേസ് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്കൊക്കെ കയറണം. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 15 മിനിറ്റും രണ്ടാമത്തെ 15 മിനിറ്റും. ഓക്കെ അല്ലേ? ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മൾ പോകാൻ പോകുന്ന ഏരിയാസ് ആണ് എക്കണോമിക്സ്, റീസണിങ്, ആർട്ട്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ 15 മിനിറ്റ് നമ്മൾ പോകാൻ പോകുന്ന ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷനും മാത്സും. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സിലബസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ സിലബസിനുള്ള എല്ലാം ഒന്നും എടുത്തിട്ടില്ല. എങ്ങനെ എടുത്തിരിക്കുന്ന അറിയാം. സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. അതും കൂടി അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? നാഷണൽ ഇൻകം, RBI ആൻഡ് മോണിറ്ററി പോളിസി, അത് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? 5 ഇയർ പ്ലാനും പ്ലാനിംഗ് കമ്മീഷനും ഓൾറെഡി നീതി ആയോഗ് ചോദിച്ചല്ലോ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാവും. എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, ഒരു ഫാക്ട് ആയിരിക്കും. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കാണാവുന്നതാണ്. ഓക്കെ, അതിന്റെ താഴെ നിങ്ങൾ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നീതി ആയോഗിന്റെ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ഉണ്ടാവും. ഇപ്പോഴത്തെ കറന്റ് റിപ്പോ, റിവേഴ്സ് റിപ്പോ നേരത്തെ എത്ര ഒരു കറണ്ട് അഫയർ ഉണ്ടാവും. RBIയുടെയോ സെബിയുടെയോ വേൾഡ് ബാങ്കിന്റെയോ ഏതെങ്കിലും ബാങ്കിന്റെയോ എന്താണ് ചെയർമാൻ ആണെന്നുണ്ട് കറണ്ട് അഫയർ ഉണ്ടാവും. ബഡ്ജറ്റിൽ പുതിയ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ കറണ്ട് അഫയർ ഉണ്ടാവും. GST കൗൺസിൽ എന്തെങ്കിലും പുതുതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറണ്ട് അഫയർ ഉണ്ടാവും. ഓക്കെ, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകാൻ പോകുന്ന ഏതാണ്, റീസണിങ്ങിലേക്കാണ്.
61 തൊട്ട് 70 വരെ ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു ഓർഡർ വന്നിട്ടുണ്ട്, ഇതേ ഓർഡറിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ആദ്യം ഓഡ് മാൻ ഔട്ട് ചെയ്യുക, അതിനുശേഷം നമ്പർ സീരീസോ ലെറ്റർ സീരീസോ അവിടെ കാണുന്നതായിരിക്കും, അത് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം കോഡിങ് ആൻഡ് ഡീകോഡിങ് ചെയ്യാം. പിന്നെ ഒരു ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ടോട്ടൽ ടൈം എത്ര എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലോക്കിനുള്ള ട്രയാങ്കിൾ. ഇതാണ് 3 ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനുശേഷം കലണ്ടർ. ഓക്കെ, 2 ഡേറ്റിന്റെ ബിറ്റ്വീനിൽ എത്ര സമയം എടുത്തു, അങ്ങനെയുള്ള ഒരു കലണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഡേറ്റ് 2025 ജൂൺ 13 ഏത് ദിവസമാണെന്ന് കാണാനുള്ളത്. പിന്നെ കലണ്ടറിൽ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിത്രത്തിൽ കാണുന്ന ആൾ എൻ്റെ അമ്മയുടെ, ചെറിയച്ഛൻ്റെ, വലിയച്ഛൻ്റെ, കൊച്ചച്ഛൻ്റെ ആരോ ആണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പിന്നെ ഡയറക്ഷൻ, ഞാൻ ആദ്യം കിഴക്ക് പോയി പടിഞ്ഞാറ് പോയി, അങ്ങനെയുള്ളത്. പിന്നെ പ്ലസ് എന്നാൽ മൈനസ് ആണ്, മാത്തമാറ്റിക്കൽ സയൻസ്. ഓക്കെ, ഫിഷ് ടാങ്കിലാണെങ്കിൽ ബിയർ എവിടെയാണ് വരേണ്ടത് എന്നുള്ള സംഭവങ്ങൾ. ഓക്കെ, അനലോഗി, ഫൈൻഡ് ദ കറക്റ്റ് പ്ലേസ്. ഓക്കെ അല്ലേ, ഞാനൊരു ലൈനിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നിൽ 15 പേരുണ്ട്, എൻ്റെ മുന്നിൽ 25 പേരുണ്ട്, ഞാൻ എവിടെ നിൽക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ, ഇത് മുഴുവൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചെങ്കിലും ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക നമ്പർ സീരീസിലായിരിക്കും, കാരണം അത് ഓഡ് മാൻ ഔട്ടിലൊക്കെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, ബ്ലഡ് റിലേഷനും ഡയറക്ഷനും ഒക്കെ നോർമലായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിൽ വെറൈറ്റീസ് ഒന്നുമില്ല. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നത് ഓഡ് മാൻ ഔട്ട്, നമ്പർ സീരീസ്, ഓക്കെ, കോഡിങ് ആൻഡ് ഡീകോഡിങ്. പിന്നെ ക്ലോക്കും കലണ്ടറും ചിലപ്പോൾ ഒന്ന് ആലോചിക്കാനുണ്ടാവും. ക്ലോക്കിൽ ആംഗിളാണ് വന്നിരിക്കുന്നതെങ്കിൽ ആലോചിക്കാനുണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. കലണ്ടറിൽ ഒരു പർട്ടിക്കുലർ ദിവസം വന്നിരിക്കുന്നതെങ്കിൽ കുറച്ച് ആലോചിക്കാനുണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ ഓർഡർ ഇട്ടിരിക്കുന്നത്, ഇതേ ഓർഡറിൽ ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞ് നിങ്ങൾ പോകാൻ പോകുന്നതാണ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം മാറ്റുവിൻ ചട്ടങ്ങളെ, അനുഷ്ഠാന കല, കേരളം നവോത്ഥാനമായി സമത്വ സമാജം, ഓക്കെ, സിനിമ, ദേശീയ പുരസ്കാരം, സമകാലീന നോവൽ ഏതാണ്, അമ്പ, മുസ്ലിം പള്ളി, ചേരമാൻ ജുമാ മസ്ജിദ്. ഓക്കെ അല്ലെ, മലയാള ദിനപത്രം ഏതാണ്, ഒളിമ്പിക്സ്, ലിബറ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ബംഗ്ലാദേശിന്റെ ദേശീയ കളി. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലെ, ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഭാഗങ്ങൾ. റൈറ്റേഴ്സിന്റെ വേർഡ്, ആർട്ട് ഫോം, കേരള ഹിസ്റ്ററി റിലേറ്റഡ് ഓർഗനൈസേഷൻ, സിനിമയുടെ ബേസിക് ഫാക്ട്, റൈറ്ററിന്റെ ബുക്ക്, ഒരു വർഷിപ്പ് പ്ലേസ്, കേരള ഹിസ്റ്ററി റിലേറ്റഡ് ന്യൂസ് പേപ്പർ, ഒളിമ്പിക്സിന്റെ ബേസിക് ഫാക്ട്, സ്പോർട്ട് റിലേറ്റഡ് വേർഡ്സ്, നാഷണൽ സ്പോർട്സ്. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്, ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലെ, ഇത്രയും ഉണ്ട് കേട്ടോ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ സിലബസ്. ആ സിലബസ് ഞാൻ ചുരുക്കിയിട്ട് ആർട്ട് ഫോമില് കഥകളി, മോഹിനിയാട്ടം, സ്വാതി തിരുനാൾ, തെയ്യം, മുടിയേറ്റ്, കേരള നടനം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എല്ലാം ഫാക്ട് ബേസ്ഡ് ആണ്. ഓക്കെ അല്ലേ, സ്പോർട്ടിൽ ഒരു ഗെയിം ഉണ്ട്, ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ്, 11 പേര് കളിക്കുന്നു, എത്ര പേര് കളിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ട്രോഫീസ് അവരുടെ പേരും, അതായത് ഡേവിസ് കപ്പ് ഏതിനുള്ളതാണ്, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. 38ാമത് ഉത്തരാഖണ്ഡ് ഗെയിം നടന്നിട്ടുണ്ട്, അതിൽ കേരളത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഗെയിം നടന്ന എവിടെയാണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ല, സാഹിത്യ പ്രസ്ഥാനം, മലയാള സാഹിത്യ പ്രസ്ഥാനം ഉണ്ട് 3 എണ്ണം, അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ജ്ഞാനപീഠ പുരസ്കാരം, ലെക്ക് ഉണ്ടെങ്കിൽ MT വാസുദേവൻ നായർ തന്നെ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് ഡിഗ്രിക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ലിറ്റററി അവാർഡ്സ് 2023, 2025 അവരുടെ ബുക്സ്, അവരുടെ എന്താണ് കഥാപാത്രം. ഓക്കെ, കേരള അവാർഡ്സ്, പത്മ അവാർഡ്സ്. സ്പോർട്സിൽ ക്രിക്കറ്റിൽ ലേറ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡ്, അത് അർജുൻ ആർക്കാ കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലെ, മൂവിയിൽ ഓസ്കാർ, നാഷണൽ അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ്, ഗോൾഡൻ ഗ്ലോബ്, 2023 കിട്ടിയില്ലെങ്കിൽ 2024, 25. ഓക്കെ, അത് മതി. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, ഒരു ന്യൂസ് പേപ്പർ. ഓക്കെ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പെർഫോമൻസ്, മെയിൻലി സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പെർഫോമൻസ്. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആരാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ സമയം നമ്മുടെ 2:30 2:30 നമ്മൾ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നമുക്ക് എന്താണ് ആക്ച്വലി ഫാക്ട് ആണ്. ഓക്കെ, ഇപ്പൊ ബെല്ലടിച്ചു, ബെല്ല് അടിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്നത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലായിരിക്കും. ഇതൊരു ഫാക്ട് ബേസ്ഡ് ഏരിയ ആണ്, നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാനില്ല. ഓക്കെ, കാരണം ടെൻഷൻ അടിക്കാനില്ലാത്തതിന്റെ കാരണം എന്താ, ഫാക്ട് ബേസ്ഡ് ആണ്. ഫാക്ട് ബേസ്ഡിലാണ് നിൽക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് വായിച്ച് ഒരുപാട് ചെയ്യണമെന്നൊന്നുമില്ല, അതുകൊണ്ട് ടെൻഷൻ ഇല്ല, അത്രയും കാര്യം ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ഇപ്പോ നമുക്ക് 2:30 മുതൽ 2:45 വരെ നമുക്ക് എന്ത് ചെയ്യണം നോക്കണം. ഓക്കെ, ഫൈൻ. നമ്മുടെ സ്ട്രാറ്റജി ഫേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവത്തിന്റെ പേരാണ് മാത്സ്. ഓക്കെ, അപ്പൊ മാത്സിന്റെ സിലബസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
നമ്മൾ ആദ്യം ഇതേ ഓർഡറിൽ ചെയ്യണേ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ്, അതിൽ രണ്ട് നമ്പറിനെ കമ്പയർ ചെയ്യുക, എത്ര പേര് പാസ്സായി എത്ര പേര് ഫെയിലായി, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു പർട്ടിക്കുലർ ടൈമിൽ കണ്ടുപിടിക്കുക, 3 വർഷം 4 വർഷം അങ്ങനെ, അല്ലെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, 1 വർഷവും 2 വർഷവും തമ്മിലുള്ള എന്താണ് തുകകളൊന്നും ഉണ്ടാവും, എമൗണ്ട് ഒന്നും ഉണ്ടാവും. അതിൽ എന്ത് കണ്ടുപിടിക്കുക? ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്, അത് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റോ ലോസോ പെർസെന്റേജ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 3 പേരുണ്ട്, അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാമോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിവൈഡ് ചെയ്യില്ല, പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് ഇത്ര കോയിൻസ് ഉണ്ട്, അതിന്റെ കോയിൻ എണ്ണം കണ്ടുപിടിക്കുക. ലിക്വിഡിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏജസിന്റെ റേഷ്യോ ഉണ്ട്, അപ്പൊ അവരുടെ അച്ഛന്റെ മകന്റെ റേഷ്യോ ഇത്രയായിരുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് റിലേറ്റീവ് സ്പീഡുമായി ബന്ധപ്പെട്ടതോ ട്രെയിനോ ബോട്ടുമായി ബന്ധപ്പെട്ടതായ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ഫോർമുലയാണ്, അത് കോണോ ക്യൂബോ സിലിണ്ടറോ സ്പിയറോ സെമി സ്പിയറോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ അല്ലേ? പ്രോഗ്രഷൻ എന്ന് ഒന്നെങ്കിൽ nth നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? സം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലം ആയിരിക്കും. ടൈം ആൻഡ് വർക്കിൽ ആൻഡ് അല്ലെങ്കിൽ ഓർ കണ്ടീഷനുള്ള പ്രോബ്ലം ഉണ്ടാവും. പിന്നെ 3% അല്ലെങ്കിൽ 2% ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അതിൽ പഞ്ചായത്ത് രാജ് ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, എമർജൻസി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇതാണ് സ്റ്റേജ് 1 ചോദിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ക്വസ്റ്റ്യൻ നമ്പർ 26-30 ഫണ്ടമെന്റൽ റൈറ്റ് ഒരു ഫാക്ട് വരും, യൂണിയനിൽ സ്റ്റേറ്റ് കൺകറൻസ് ഒരു ഫാക്ട് ഉണ്ടാവും, DPSP ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു ഫാക്ട് ഉണ്ടാവും, പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അതിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നില്ല, പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒരു ഫാക്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ്, എന്താ പറയാ, കറണ്ട് അഫയേഴ്സ്. സിറ്റിസൺഷിപ്പ് ആക്ട് 2019-24 ഇപ്പോഴത്തെ മിനിസ്റ്റർമാർ ആരൊക്കെയാണ് സെൻട്രലും സ്റ്റേറ്റിലും? സ്റ്റേറ്റിലാണെങ്കിൽ അവരെന്താ കോൺസ്റ്റിറ്റ്യുവൻസി വരെ, ഏതാണ് അവരുടെ മണ്ഡലം വരെ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ CAG ആരാ, AG ആരാ, സുപ്രീം കോർട്ടിന് ഹൈക്കോടതിന് ചീഫ് ജസ്റ്റിസ് ആരാ, അങ്ങനെയുള്ള കാര്യങ്ങൾ, 106 ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് ഏതെങ്കിലും കറണ്ട് അഫയർ ആയിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ സമയം 2:45 സ്ട്രാറ്റജി ഫേസ് കംപ്ലീറ്റഡ് ആയി. ഓക്കെ അല്ലേ? 45 മിനിറ്റ് കഴിഞ്ഞു, 70 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി 30 മിനിറ്റ് ബാക്കിയുണ്ട്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 30 മിനിറ്റ്, 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ജോഗ്രഫിന്ന് 5, ഹിസ്റ്ററിന്ന് 10, സിവിക്സിന്ന് 5, ഇംഗ്ലീഷിന്ന് 10. ഇതിൽ നമ്മൾ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യുന്നു, 15 മിനിറ്റ്. ഫസ്റ്റ് 15 മിനിറ്റിൽ ജോഗ്രഫി, ഇംഗ്ലീഷ്, ഹിസ്റ്ററി ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് 5 മിനിറ്റിൽ സിവിക്സും എന്തെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഡൗട്ടും ഉണ്ടെങ്കിലും. ഈ ഫേസിൽ ഞാൻ വിളിക്കുന്ന പേരാണ് എൻഷുറിങ് മെയിൻസ് ലിസ്റ്റ് ഫേസ് എന്നാണ് ഇതിനെ ഞാൻ വിളിക്കുന്നത്. ഓക്കെ, കാരണം ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഉറപ്പായിട്ടും എന്തായി, മെയിൻസിൽ ഷുവർ ആയിട്ടും കയറുന്നതായിരിക്കും. ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ, ജോലി മെയിൻസിലല്ല കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണില്ല, റാങ്ക് മേക്കിംഗ് ഫേസ് ഇല്ല, എൻഷുറിങ് മെയിൻ ലിസ്റ്റ് ഫേസ് ആണ്. നമ്മൾ ആദ്യം പോകുന്നത് ജോഗ്രഫിക്കാണ്. സ്റ്റേജ് 1 ജോഗ്രഫി കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ നമ്മുടെ അനാലിസിസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലുള്ള ക്വസ്റ്റ്യൻ ഒന്നും സ്റ്റേജ് 2 നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അത് വേറെ ഏതെങ്കിലും വിഭാഗത്തിനായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ഉണ്ടെങ്കിൽ. അപ്പൊ ജോഗ്രഫിയുടെ തിയറി 2-3 മാർക്ക് ഉണ്ട്, 11, 12, 13. 11-15 ജോഗ്രഫി ഉണ്ടാവുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എർത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, വിന്റർ സമ്മർ സോൾസ്റ്റിസ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഓഷ്യൻ കറണ്ട് ഒരു ഫാക്ട്, റോക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, വിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഹിമാലയം അതിന്റെ ഫോർമേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫി എത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ സ്റ്റേറ്റ്മെന്റ്, ഉത്തരമഹാസമുദ്രം പ്ലാറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ്, നാഷണൽ വാട്ടർവേസ് 5 ഉണ്ട് SCRT അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട്. ഓക്കെ, കേരള ജോഗ്രഫി ആണെങ്കിൽ റിവേഴ്സ് ലേക്ക് ഒരു ഫാക്ട്, നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒരു ഫാക്ട്, പുതിയ ഏതെങ്കിലും അഗ്രികൾച്ചർ വെറൈറ്റി ഉണ്ടെങ്കിൽ അത്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഫാക്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ജോഗ്രഫി റെഡിയായി. ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, കൊച്ചി മെട്രോ അല്ലെങ്കിൽ റെയിൽവേ വാട്ടർവേ അല്ലെങ്കിൽ വന്ദേ ഭാരത്, PM ഗതിശക്തി പ്രോഗ്രാം, നാഷണൽ ജിയോ സ്പെഷ്യൽ പോളിസി. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന ഭാഗങ്ങളായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഗ്രാമറാണ്. ഗ്രാമർ നമ്മൾ നോക്കിയിട്ടില്ല, ഇതേ ഓർഡറിൽ ചെയ്യണം. ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക, എന്നിട്ട് ജെറണ്ടിലേക്ക് പോവുക, എന്നിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യുക, പിന്നെ ആക്റ്റീവ് പാസീവ് വോയിസ് ചെയ്യുക, പ്രിപ്പോസിഷൻ, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഈഫ് ക്ലോസ്, വെർബ് ടെൻസ്. ഓക്കെ, ഞാൻ തുടങ്ങിയതും ഈസി ആയ ഒന്നൊന്നാണ്, നടുവിലാണ് ആലോചിക്കാനുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്റ്റീവ് പാസീവ് വോയിസ് ഇട്ടിരിക്കുന്നത്, അവസാനിപ്പിക്കുന്നതും ഈസി ആയ ഒന്നിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ലാസ്റ്റ് സമയത്തിൽ നമ്മൾ ഈ എന്താ പറയാ,
എന്താ അതിന്റെ പേര്, ഓക്കെ, ഡയറക്റ്റ് ഇന്റർ സ്പീച്ചും ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഈ കാൽക്കുലേഷൻ ടൈം പോകും. പിന്നെയാണ് നിങ്ങൾ ടൈം ഇല്ല, കിട്ടിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഹിസ്റ്ററിക്ക് പോകാൻ പോവാണ്. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനം, പോർച്ചുഗീസ് അല്ലെങ്കിൽ ഡച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ബ്രിട്ടീഷുകാരുടെ ആണെങ്കിൽ ഒരു ഫാക്ട് ആണ്. 1861 എന്തുണ്ടായി? തിരൂർ തൊട്ട് ബേപ്പൂർ വരെ റെയിൽവേ ഉണ്ടായി. അതാണ് സ്ഥിരം ക്വസ്റ്റ്യൻ. കിട്ടിയ രക്ഷപ്പെട്ടു, ലക്കാണ്. മാർത്താണ്ഡവർമ്മ ഫീമെയിൽ റൂളേഴ്സ് സ്വാതന്ത്ര്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഗുരുവായൂർ സത്യാഗ്രഹ, വൈക്കം വന്നല്ലോ. അല്ലെങ്കിൽ മെമ്മോറിയൽസ്, മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ആ സംഭവം. റെനിസൻസ് സിലബസ് എന്നുണ്ടാവും ഒരു ഫാക്ട് ടൈം ലൈൻ മാച്ച് ദ ഫോളോയിങ്. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. എന്നാലും ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയുടെ ബുക്ക്, അയ്യങ്കാളുടെ റിവോൾട്സ്, പണ്ഡിറ്റ് കറുപ്പിന്റെ ബുക്കും സഭാസും, വിവിധ ഭോജനം, ഓക്കെ. ഫസ്റ്റ് ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ഫാക്ട് ആണ്. എഡ്യൂക്കേഷൻ ബില്ലോ വിമോചന സമരം ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐക്യ കേരള പ്രക്ഷോഭം എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഓക്കെ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ, ഒന്നെങ്കിൽ ഒരു ടൈം ലൈൻ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഗാന്ധിജി അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഓൾറെഡി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചോദിച്ചുകൊണ്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റോ അങ്ങനെ ഏതെങ്കിലും മൂവ്മെന്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സ്റ്റേറ്റ് റിസർവേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കമ്പാരിസൺ, മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. ഇന്ത്യൻ ഫോറിൻ പോളിസി, നെഹ്റുവിന്റെ സമയത്ത് ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോഷ്യലിസം എന്താണെന്നുള്ളത്. 1858 ശേഷമുള്ള ആക്ട് ഒരുപാടുണ്ട്. 47 58 വന്നു കഴിഞ്ഞു. അതുകൊണ്ട് 1909 അല്ലെങ്കിൽ 1919 ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് വർക്ക്. ഫൈൻ. ഓക്കെ. അപ്പോ ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, സോറി, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷണറി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ചൈനീസ് റവല്യൂഷണറി ഫാക്ട്. ഓക്കെ. മിഡിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. മുഗൾ പീരീഡ് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ആർക്കിടെക്ചർ ചോദിച്ചതുകൊണ്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ. ഫൈൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. 150 ഇയേഴ്സ് ഓഫ് ആര്യ സമാജം, ഇസ്രായേൽ പാലസ്തീൻ റഷ്യ ഉക്രൈൻ വാർ, ബ്രിക്സ് ഇന്ത്യ, UN ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും അതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അതല്ലാതെയുള്ള വേറെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ബ്രിട്ടൻ ഷിലിയുമായിട്ടും US-ഉമായിട്ടും ഇന്ത്യയുടെ എന്താണ് പുതിയ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ക്ലിയർ? ഓക്കെ. ഇനി ഇപ്പൊ സമയം 3 മണിയായി. 3:15 സമയമുള്ളത്. നമ്മുടെ അടുത്ത് ആകെ 5 ക്വസ്റ്റിനെ ബാക്കിയുള്ളൂ. 21 തൊട്ട് 25 വരെയുള്ള എന്താണ്? സിവിക്സ്. അതില് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇ ഗവർണൻസ് പ്രോഗ്രാം ഉണ്ടാവും, ഒരു ഫാക്ട് ഉണ്ടാവും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. UPSC സിവിൽ സർവീസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? വാട്ടർ ഷെഡ് മാനേജ്മെന്റ് അതിന്റെ ആക്ട് ഡേറ്റ് ആലോചിച്ച് വെക്കുക, എന്താണ്? ഒരു ഫാക്ട് ഉണ്ടാവും. ഒരു സോഷ്യൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ഉണ്ടാവും. ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അതൊന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പോകുന്ന കാര്യം. ഓക്കെ അല്ലേ? ഈ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ ആവശ്യമില്ലല്ലോ. 10 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ബെല്ലടിക്കും, 5 മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5 ക്വസ്റ്റ്യനും ചെയ്യുക. എന്ത് ചെയ്യുക? ഡൗട്ട് എവിടെയൊക്കെ ഉണ്ടോന്ന് ചെയ്യുക. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു പാറ്റേൺ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കാലം ടൈം ടേബിൾ ഇട്ടതിന്റെ ഗുണം കാണാൻ പറ്റിയില്ലേ? അതേപോലെ ഓക്കെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യേണ്ടെന്ന് ഐഡിയ വന്നല്ലോ. ഒരുപാട് സിലബസ് നമ്മൾ കുറച്ചില്ലേ? ഓക്കെ. ഇതേ മോഡലിലാണ് നമ്മൾ മെയിൻസിനും എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. പേപ്പർ 2 നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. അതുകൊണ്ട് പേപ്പർ 1 നമ്മൾ എന്ത് ചെയ്യുക? ആക്ച്വലി ഇതേ മോഡലിൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് മുഴുവൻ കുറച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. ഓക്കെ. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ 100 മാർക്ക് എവിടെയുണ്ട്? മെയിൻസിനുണ്ട്. ഓക്കെ. @Kiran Study Circle 1 to 3 PDF-ന് വേണ്ടിയിട്ട്, @Kiran Study Circle ഗ്രൂപ്പ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. എക്സാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാം പറയാം. ഇതേപോലെ വന്നിരിക്കുന്നത് എന്ത് ചെയ്യാം എന്നോട് അതിന്റെ സന്തോഷം അറിയിക്കുക. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. അപ്പൊ ഇതേപോലൊരു വീഡിയോ ആയിട്ട്, ഇനി ഇത് വന്നല്ലോ, ഇനി ഇത് ചെയ്യണ്ടേ? ഓക്കെ. വന്നത് കാണിച്ചു തരണ്ടേ? അതേപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.